ഇങ്ങനെ ബാക്ടിക് എഴുതിയിട്ട് സ്ട്രിംഗ് എഴുതുന്നത് ടെംപ്ലേറ്റ് ലിറ്ററൽ ആണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ചില കേസുകൾ ഇതിന്റെ മുന്നിൽ ഇതേപോലെ ഐഡന്റിഫയറുകൾ വരാറുണ്ട്. സോ ഇതിനെ ടാഗ്ഡ് ടെംപ്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇത് സാധാരണ അങ്ങനെ നമ്മൾ കോഡിൽ കാണാറില്ല. പക്ഷെ ഇതിന്റെ ഒരു എക്സാമ്പിൾ യൂസ് കേസ് നമ്മൾ നെക്സ്റ്റ് ജെഎസിനകത്ത് പോസ്റ്റ്ഗ്രസ് SQL കമാൻഡുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഐഡന്റിഫയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് ബേസിക്കലി ഒരു ഫംഗ്ഷൻ കോളിന്റെ വേറൊരു രീതിയാണ്. അതായത് ഈ മൈഫങ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. അങ്ങനെ ഒരു ഫംഗ്ഷനെയാണ് ഇത് വിളിക്കുന്നത്. അത് വിളിക്കുമ്പോൾ ടെംപ്ലേറ്റ് ലിറ്ററലിനകത്ത് കൊടുക്കുന്നതാണ് ഇവിടെ ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത്. സോ ഇതിൽ ഒന്നിൽ കൂടുതൽ ആർഗ്യുമെന്റുകൾ വരാം. സോ ആദ്യം ആർഗ്യുമെന്റ് വരുന്നത് ഒരു അറേ ഓഫ് സ്ട്രിങ്സ് ആണ്. ഓക്കെ, സോ അതായത് ഈ ടെംപ്ലേറ്റ് ലിറ്ററലിനകത്ത് ഒന്നിൽ കൂടുതൽ വേരിയബിളുകൾ ഒക്കെ മാറ്റിയെടുത്ത ശേഷം ബാക്കി വരുന്ന സ്ട്രിങ്ങുകളൊക്കെ ഒരു അറേയിൽ ഇട്ടിട്ടാണ് ഇതിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് വരുന്നത്. പിന്നെയുള്ള ആർഗ്യുമെന്റ് ഈ വേരിയബിളുകളായിരിക്കും. അങ്ങനെ എത്ര വേരിയബിളുകൾ ഉണ്ടോ അത്രയും ആർഗ്യുമെന്റ്സ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. സോ അത് പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് കാണാൻ സാധിക്കും. എന്നിട്ട് ഇവിടുന്ന് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതായിരിക്കും ഈ എയിനകത്ത് വരുന്നത്. ഇവിടെ ഹലോ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹലോ വരും. ഓക്കെ, സോ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ചില കേസുകളിൽ ഈ കൊടുക്കുന്ന വേരിയബിളുകൾ നമുക്ക് ഒന്നും കൂടി വാലിഡേറ്റ് ചെയ്യേ, ഒന്ന് സാനിറ്റൈസ് ചെയ്യേ, അങ്ങനത്തെ കേസുകൾ വരാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കണ്ട ഈ SQL സ്റ്റേറ്റ്മെന്റുകളിൽ അതിൽ കൊടുക്കുന്ന വേരിയബിളുകൾ മിക്കവാറും യൂസേഴ്സ് എൻ്റർ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനത്തെ കേസുകളിൽ ആ വാല്യൂസ് ഒക്കെ ഡാറ്റാബേസിലോട്ട് എൻ്റർ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ഒന്നും കൂടി സാനിറ്റൈസ് ചെയ്യാൻ ഇത്തരം ഫംഗ്ഷനുകൾ സഹായിക്കും. സോ അങ്ങനത്തെ കേസുകളിലൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. സോ കൂടുതൽ ജാവാസ്ക്രിപ്റ്റ് വീഡിയോകൾക്ക് കോഡ് മലയാളം പ്ലേലിസ്റ്റ് തീർച്ചയായും കാണുക.